ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മദ്യനികുതി ഖനന വിവാദങ്ങളിൽ അവസാനിക്കുന്നില്ല. വിവാദങ്ങൾ ചൂടാറാതെ നിലനിർത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഇന്നും രാവിലെ രംഗത്തെത്തി. മദ്യനികുതി UDF-ൽ ചർച്ച ചെയ്യും മുന്നേ പിൻവലിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മദ്യക്കുത്തകയെ സഹായിക്കാൻ നടത്തിയ ഡീൽ കൈയോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി കള്ളങ്ങളുടെ ഘോഷയാത്ര നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്നാണ് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ ആരോപണം. വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചുവെങ്കിലും തങ്ങളുടെ കാലത്ത് ഫയൽ അനങ്ങിയില്ല എന്നതാണ് വാദം. നികുതി നിശ്ചയിക്കാതെ വിജ്ഞാപനം എന്തിന് എന്ന ചോദ്യം പാടില്ല എന്നാണ്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ബക്കാഡി നൽകിയ അപേക്ഷയുടെ ചൂട് പിടിച്ചാണ് വിജ്ഞാപനം വന്നത് എന്നതിന്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സ്വകാര്യ ഖനനവുമായി ബന്ധപ്പെട്ടും സുധീരനും പ്രതിപക്ഷവും പോരു തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന് വീര്യവുമേറ്റി VM സുധീരൻ VDS സർക്കാരിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഇനിയെത്ര പിന്മാറ്റം പ്രതീക്ഷിക്കണം? സുധീരൻ മുന്നോട്ടോ എന്നാണ് ചോദ്യം. CPI നേതാവ് ശ്രീ VS സുനിൽകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ BRM ഷഫീർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NP ചെക്കുട്ടി എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ BRM ഷഫീറിലേക്കാണ്. BRM ഷഫീർ, ഇപ്പോൾ പ്രതിപക്ഷത്തെക്കാൾ വലിയ പ്രതിപക്ഷമായി VM സുധീരൻ മാറുകയാണ്. എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നു, സർക്കാരിനെ വിമർശിക്കുന്നു, മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും പിൻവാങ്ങണമെന്നാവശ്യപ്പെടുന്നു. സഭയിൽ ഈ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയ ശേഷവും ഇന്നും ഇതാ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. UDF ചേരും മുൻപ് തന്നെ മദ്യനികുതി നിശ്ചയിച്ച തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു. ഖനനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും അങ്ങ് കണ്ടു. അപ്പോൾ എന്താണ് VM സുധീരൻ ഈ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ഏതു രൂപത്തിൽ അവതരിക്കുന്നു എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? തിരുത്തൽ ശക്തി എന്നാണോ? അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ബഹുമാനായ കേരളത്തിൻ്റെ മുൻ മന്ത്രിയും മുൻ KPC അധ്യക്ഷനുമായ ശ്രീ VM സുധീരൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഞങ്ങളുടെ എണ്ണപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ, വിശിഷ്യ കേരളത്തിലെ മുഖ്യമന്ത്രി അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുതിർന്ന നേതാക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ അതും കൂടെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശപ്പെട്ട ആളല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഇഷ്യൂസുകളിൽ ഗൗരവതരമായ വിഷയമുണ്ടെങ്കിൽ അത് UDF-ൻ്റെ കമ്മിറ്റി പരിശോധിക്കും. അതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ അവിടെ ഉണ്ടാവും. ആ ചർച്ചകൾക്ക് ശേഷം ഒരു ഡ്രാഫ്റ്റ് രൂപപ്പെടും. ആ ഡ്രാഫ്റ്റ് ഗവൺമെൻറ് മുമ്പിലാകെ വരും. മന്ത്രിസഭാ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ തീരുമാനിക്കും. ഇതൊന്നും വലിയ വിവാദമാക്കേണ്ട വിഷയങ്ങളായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ല. ശ്രീ BRM ഷഫീർ, അങ്ങ് പറയുന്നത് അഭിപ്രായം പറയലെന്നല്ലേ? അഭിപ്രായമല്ലല്ലോ, തീരുമാനം ഇങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുകയാണ്. മാത്രമല്ല, ഈ UDF ആണ് തീരുമാനിക്കുക, നയപരമായ കാര്യങ്ങൾ UDF ആണ് തീരുമാനിക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ശേഷവും ആ നയം തീരുമാനിക്കും മുൻപ് തന്നെ മദ്യനികുതി എടുത്തു കളയണം എന്നാണ് VM സുധീരൻ ആവശ്യപ്പെടുന്നത്. അത് മുഖ്യമന്ത്രി ചെയ്തിരിക്കണമെന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ഖനനവുമായി ബന്ധപ്പെട്ടും ഖനനം പാടില്ല എന്നാണ് പറയുന്നത്. എന്താണോ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുകയാണ്. അത് ഒരു അഭിപ്രായ പ്രകടനമല്ല, അതൊരു വിമർശനമാണ്. അതിന്റെ ചുവട് പിടിച്ചാണ് പ്രതിപക്ഷം ഊർജ്ജത്തോടെ രംഗത്ത് വന്നിരിക്കുന്നതെന്നുള്ളതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. കേരളത്തിൽ എക്കാലത്തും അത് ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോൾ ഗവൺമെൻറ്റുകളുടെ മുഖം നോക്കാതെ കരിമണൽ ഖനനത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ മദ്യത്തിൻ്റെ വിഷയത്തിലും കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീ VM സുധീരൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ടൊരു വർത്തമാനം ഒരിക്കാലത്ത് പറഞ്ഞിട്ടില്ല. ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നുണ്ട്. അതിൻ്റെ പറയുന്ന കാര്യങ്ങൾ പറയണ്ട എന്ന് പറയേണ്ട അവകാശം ഞങ്ങൾക്കില്ല. പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. പക്ഷേ ഗവൺമെൻറ് ഒരു നയമുണ്ട്. ആ നയം ഡ്രാഫ്റ്റായി രൂപപ്പെടേണ്ടതുണ്ട്. വിശദമായ ചർച്ചകൾ, കൺസീലിയേഷനുകൾ, UDF-ൻ്റെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച, മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ച, പാർട്ടിയുടെ കോർ കമ്മിറ്റിയും അതുപോലെ തന്നെ ഹൈപ്പവർ കമ്മിറ്റിയും അംഗീകാരം കൊടുക്കേണ്ട ചർച്ചകളുണ്ട്. അതെല്ലാത്തിനും ശേഷം ഗവൺമെൻറ് മുമ്പാകെ വരും. ആ ഗവൺമെൻറ് മുമ്പാകെ വന്നു കഴിഞ്ഞാൽ മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നയമാകും. അവിടെ പിന്നെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ആ അഭിപ്രായം പറയാനുള്ള അവകാശം ഉള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ചർച്ചയ്ക്ക് വച്ചതിന് ശേഷം തീരുമാനമെടുത്തതിന് ശേഷം ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ അതാണ് ഗവൺമെൻറ് തീരുമാനം. അത് പാർട്ടിയുമായിട്ട് കൺസൾട്ട് ചെയ്യും. പാർട്ടിയുടെ തീരുമാനവും UDF-ൻ്റെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ തീരുമാനവുമെല്ലാം
വന്നതിന് ശേഷം ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ അതാണ് ഗവൺമെന്റ് തീരുമാനം. അല്ല, അത് ആ ഗവൺമെന്റ് നമുക്ക് അറിയാത്ത തീരുമാനം വരെ കാര്യമല്ല ബിആർഎം ഷഫീർ. ഞാൻ ചോദിക്കുന്ന ഇതാണ്, VM സുധീരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണം അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ അതിലപ്പുറമുള്ള നടപടികളിലേക്ക് പോകണം എന്ന രൂപത്തിലാണോ പറയുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് മൈനിങ് ഇല്ല എന്ന് തന്നെയാണ്, സ്വകാര്യ മേഖലയ്ക്ക് മൈനിങ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്, മെറ്റീരിയൽസിന്റെ വാല്യൂ അഡീഷനാണ് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് ആയിരക്കണക്കിന് കോടി കിട്ടുന്ന സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ ധാതുമണൽ ശേഖരം അവിടെയുണ്ട്. അത് തൊടാതെ പോകണം എന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ VM സുധീരൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ VM സുധീരൻ എല്ലാ കാലത്തുമുള്ള നിലപാടാണ്. മുൻപ് ആന്റണി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം സമരത്തിനിറങ്ങിയതാണ്. അതുപോലെ ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ അഥവാ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ? ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ഈ പറയുന്ന മുതിർന്ന നേതാക്കളുമായൊക്കെ ആലോചിച്ചിട്ട് വേണം മുഖ്യമന്ത്രി തീരുമാനിക്കാൻ അല്ലെങ്കിൽ ധനമന്ത്രി തീരുമാനിക്കാൻ എന്നൊരു രൂപത്തിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാ സർക്കാരുകളും ബജറ്റ് എങ്ങനെയാണ് ധനമന്ത്രി പ്രഖ്യാപിക്കുക നമുക്കറിയാം. അതിനുശേഷം നയം വേറെയാണ്. നയത്തിലേക്ക് എത്തുമ്പോൾ ആ കാര്യത്തിലേക്കാണ് പിന്നീട് പോവുക. അതറിയാത്ത കാര്യമല്ലല്ലോ. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ആവർത്തിച്ചിങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ഈ പ്രതികരണങ്ങൾ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ഒരു മനസ്സിലാക്കൽ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് മുമ്പ് അത് ഏതെങ്കിലും തരത്തിൽ പുറത്ത് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. മന്ത്രിമാരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമപ്പുറം അവരുമായിട്ട് പോലും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നികുതി നിർദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? നികുതി നിർദ്ദേശം ബഡ്ജറ്റിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ബഡ്ജറ്റ് ചോർന്നു പോകത്തില്ലേ? അപ്പോൾ ബഡ്ജറ്റ് ചോർന്നു പോകാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ അതിൻ്റെ നയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രഹസ്യമായി ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സവിശേഷമായ അധികാരം ധനമന്ത്രിക്കുണ്ട്. ആ ധനമന്ത്രി അത്തരത്തിൽ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചു. അതിനുശേഷം ചില ചർച്ചകൾ വരട്ടെന്നേ. എല്ലാ ചർച്ചകളും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ചർച്ചകൾ വരുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്നു. ഇപ്പം KCBCയുടെ ചർച്ച വന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചർച്ചകളും വരുമ്പോൾ നെല്ലേത് പതിരേത് എന്ന് വ്യക്തമാക്കാൻ ഒരു ഗവൺമെൻറ് കഴിയും. അങ്ങനെ വിശദമായ ചർച്ചകൾക്ക് ശേഷം UDF കൂടും. UDFിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റ് വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾക്കോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു ബാധ്യതയുമില്ല. തൽക്കാലം UDF കൂടി അതിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് വരെ ആരോ അഭിപ്രായം പറയട്ടെ, അല്ലെന്താ കുഴപ്പം? ശരി, ഞാൻ CPയുടെ പ്രതികരണം തേടുകയാണ്. ശ്രീ VS സുനിൽകുമാർ, ഇന്നിപ്പോൾ മുൻ എക്സൈസ് മന്ത്രി മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് കയ്യോടെ പിടികൂടിയപ്പോൾ മുഖ്യമന്ത്രി കള്ളം പ്രചരിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നികുതി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? മദ്യനികുതി നിശ്ചയിക്കാൻ അവിടെ ഒരു കാറ്റഗറി നിശ്ചയിച്ചത് കഴിഞ്ഞ LDF സർക്കാരാണ്. ഇതാണ് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീണ്ടും കള്ളം എന്ന് പറയുകയും ഒരു മദ്യനികുതി നിശ്ചയിക്കനെ നികുതി കുറയ്ക്കലാണെന്ന് വ്യാഖ്യാനിക്കുകയും അത് ഈ പറയുന്ന സ്ത്രീകൾക്കും യുവാക്കൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും മദ്യത്തിന് അടിമയാകും വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവന്നാൽ എന്നുള്ള വാദം പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശം വന്നത് ബക്കാടി ഇങ്ങനെയൊരു ആവശ്യമായി മുന്നോട്ട് വന്നത് MV ഗോവിന്ദന്റെ കാലത്താണ്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി വന്നത് എന്നതടക്കമുള്ള രേഖകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ശ്രീ സുനിൽകുമാർ, മാധു, ഏത് രേഖയാണ് പുറത്തു വന്നത് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. മദ്യത്തെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതും മദ്യവർജനത്തിനായി ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. എന്നാൽ UDFിൻ്റെ നയം അങ്ങനെയല്ല. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണം എന്ന ഒരു പൊതുനയം അംഗീകരിച്ചിട്ടുള്ള മുന്നണിയാണ് UDF. അപ്പം മദ്യനയത്തിൽ തന്നെ ചില വ്യത്യസ്തതകൾ ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മദ്യത്തിന് പ്രത്യേകമായ നികുതി ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2023 മുതൽ ഇതുവരെയുള്ള ഒരു കാലഘട്ടത്തിലും സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലുമുള്ള മദ്യത്തിന് ഇതുവരെ നികുതി കുറച്ചിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 251% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഹോട്ടി വൈൻ, അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യം, ഹോട്ടി ലിക്കർ എന്ന 2 തരത്തിലുള്ള മദ്യത്തെപ്പറ്റി 3 തരത്തിലുള്ള മദ്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഹോട്ടി വൈൻ എന്ന ആശയം ഞാൻ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അന്നത്തെ ഗവൺമെൻറ്റിന് മുൻപാകെ കേരളത്തിലെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടായതെന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് അതിലൊരു നയം രൂപീകരിക്കപ്പെട്ടത്, ഹോട്ടി വൈൻ. ആ ഹോട്ടി വൈനിന്
പിന്നെ അതിൻ്റെ നയം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ നികുതി നിശ്ചയിച്ചപ്പോൾ വൈൻ മറ്റ് വിദേശ നിർമ്മിത മദ്യം എന്ന പേരിൽ മദ്യത്തിനകത്ത് തന്നെ ഈ പറയുന്ന പുളിപ്പിച്ചുണ്ടാക്കുന്ന വൈനിൻ്റെ 86% തന്നെ ഈ ഹോട്ടി വൈനും നിശ്ചയിക്കുകയുണ്ടായി. വീര്യം കുറഞ്ഞ ഹോട്ടി ലിക്കർ ഇവിടെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടില്ല, നയപരമായ തീരുമാനം മാത്രമേ ഉള്ളൂ, അതിന് മറ്റ് നിശ്ചയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇവിടെ വീര്യം കൂടിയതും കുറഞ്ഞതുമായ മദ്യത്തിൻ്റെ അതേ അളവിൽ തന്നെയുള്ള നികുതിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇതുവരെ നടപ്പാക്കിയത്. ഇവിടെ വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്താണ് വിഷയം? ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ വളരെ വലിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറിയിൽ സ്പിരിറ്റിനകത്ത് എത്ര ശതമാനം എത്ര വോളിയം സ്പിരിറ്റ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കണം എന്ന ഒരു ആവശ്യം അവർ ഉന്നയിച്ചതിന് കാരണം പ്രധാനമായും ബക്കാഡി പോലെയുള്ള കമ്പനികൾ അവരുടെ പ്രത്യേകമായി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ കുടിക്കാൻ കഴിയുന്ന ഫ്ലേവർ ചേർത്തിട്ടുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള വളരെ മദ്യം കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളില്ലാതെ കുടിക്കാൻ കഴിയുന്ന രുചികരമായ എന്നാൽ വീര്യം കുറഞ്ഞതും എന്നാൽ സ്പിരിറ്റ് ചേർത്തുമായ മദ്യം വിൽക്കാൻ വേണ്ടി അവർക്ക് അവസരം കിട്ടണം. ഇതുവരെ കേരളത്തിൽ അവസരം ഒരു ഗവൺമെൻറ്റും കൊടുത്തിട്ടില്ല. അതൊരു പോളിസി മാറ്ററാണ്. അത് കൊടുക്കുന്നതിന് അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന്, അതായത് വീര്യം കുറഞ്ഞ സ്പിരിറ്റിന് പ്രത്യേകം നികുതി നിശ്ചയിച്ച് തരണം എന്നുള്ളതായിരുന്നു അന്നത്തെ അവർ മുന്നോട്ട് വെച്ച ആവശ്യം. ആ ആവശ്യം, ആ അപേക്ഷ വന്നു കഴിഞ്ഞ ഉടനെ 2024 23 കാലഘട്ടത്തിൽ വന്ന് 24 ആ സമയത്ത് ഉടനെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ഫയൽ അവിടെ കിട്ടി, അല്ലെങ്കിൽ ആ ഒരു അപേക്ഷ കിട്ടി എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞു 2024 ഇലക്ഷന് മുമ്പായി പണം വാങ്ങാൻ വേണ്ടി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കം ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തുന്നു. അത് ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ട പണം വൻകിട കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയും അതുവഴി വൻ കൊള്ളലാഭം കോർപ്പറേറ്റ് കമ്പനി ഉണ്ടാക്കി അതിൻ്റെ വിഹിതം എന്ന നിലയിൽ വലിയ പൈസ അവരെ ഇത് വാങ്ങാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ്, ഇത് വൻ അഴിമതിയാണ് എന്ന് ആദ്യം പറഞ്ഞ ആൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വി ഡി സതീശനാണ്. ആ പ്രശ്നം ആ കാര്യം ഉന്നയിച്ച് വന്നു തന്നെ ഗവൺമെന്റ് അതിന് മറുപടി കൊടുത്തിരുന്നതാണ്. പക്ഷെ ഞാൻ പറയട്ടെ മാധു, ഞാൻ ഇതിന്റെ അടുത്ത പോയിന്റിലേക്ക് വന്നിട്ടില്ല. ഇവിടത്തെ പ്രശ്നം എന്താണ്? അത് കഴിഞ്ഞ് സ്മൃതി, സോറി, ഞാൻ ചെറിയൊരു ഇതിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്മൃതി ഇതിനകത്തുള്ള സ്മൃതി അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് 2026 വരെ ഇതിൻ്റെ പല ഫയലുകളും ഇത് എക്സൈസ് മന്ത്രിയുടെ അടുത്ത് പോകുന്നു, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോകുന്നു. ആ ഫയലിൽ ഇടതുപക്ഷ ജനാധിപത്യം തീർപ്പ് കൽപ്പിക്കാതെ അത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ നയമല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു ഫയൽ വന്നാൽ തീരുമാനം എടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഒരു അപേക്ഷ വന്നാൽ ഞങ്ങളതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തീരുമാനം എടുക്കാതെ ഞങ്ങൾ മാറ്റിവെക്കുകയും ഞങ്ങളുടെ നയവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. 2024 ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച വി ഡി സതീശൻ അധികാരത്തിൽ വന്ന മെയ് മാസം 18 അധികാരത്തിൽ വന്ന് മെയ് മാസം 19 3 കൊല്ലമായി മരിച്ചു കിടന്ന ഈ ഫയലിന് ജീവൻ വെപ്പിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ശരി, മെയ് മാസം 19 ഈ ഫയലിൻ്റെ മുഴുവൻ അതിൻ്റെ യാത്രകളുടെ സന്ദേശത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. എന്നൊക്കെ എവിടെയൊക്കെ ഫയൽ പോയിരിക്കുന്നു, ആരാണ് ഫയൽ ഒപ്പുവെച്ചിരിക്കുന്നത്, ആരാണ് നീക്കിയിരിക്കുന്നത്. 2026 മെയ് മാസം 18 വരെ ഇത് ഒരു കാരണവശാലും പുറത്തു വരാതിരുന്ന ഫയൽ അഴിമതി ആരോപണം ഉന്നയിച്ച വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ഈ ഫയലിന് ജീവൻ വയ്ക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആരാണ്? അതിനുശേഷം 23 ഈ 3 ദിവസത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരുന്നതും അത് പിന്നീട് ആ ഫയലുകൾ പല വഴികളിലൂടെയും ഒരാഴ്ചക്കകത്ത് തന്നെ അത് വരികയും പിന്നീട് ജൂൺ മാസത്തിൽ നടന്ന ബഡ്ജറ്റിൽ ഈ ബക്കാഡി കമ്പനിക്ക് വേണ്ടി നികുതി നിർദ്ദേശം പുറപ്പെടുവിക്കുക, നിർദ്ദേശം ബഡ്ജറ്റിന്റെ ഭാഗമാക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിനിടയിൽ മുഖ്യമന്ത്രി അദ്ദേഹം എക്സൈസ് മന്ത്രിയെ കണ്ടു കാണും, മുന്നണി യോഗത്തിൽ പങ്കെടുത്ത് കാണും. അവിടെയൊന്നും പറയാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയും കൂടി ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റിനകത്തുള്ള സീക്രസിയെ സംബന്ധിച്ച് പല ക്യാബിനറ്റിനകത്ത് എന്താണ് നടക്കുകയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള ഞാൻ പറയുന്നു. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു ചർച്ചകൾ നടത്താതെയാണോ നടത്തിയിട്ടാണോ എന്നറിയില്ല.
26 മെയ് മാസം 18-ാം തീയതി വരെ മരിച്ചു കിടന്ന ഫയലിന് ജീവൻ വെപ്പിച്ച് അഴിമതിയുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ ആ ഫയലിന് ജീവൻ വെപ്പിച്ച് ശരി, വളരെ വേഗതയിൽ കൊണ്ടുവന്ന ഈ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബക്കാടി. ശരി, ഓപ്പറേഷൻ ബക്കാടി ഇന്നത്തെ കേരളത്തിന്റെ ആഭ്യന്തര ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ മാധു. ഓപ്പറേഷൻ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ അതൊരു ഭാഗത്ത് മുടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബക്കാടി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഓപ്പറേഷൻ ഈ മെയ് 18 മുതൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നവരെയുള്ള ദിവസങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നത് ഏത് വഴിയിലൂടെ ഏത് രൂപത്തിലാണ്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, അതുവഴി ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കാനാണോ, അതല്ല വിദേശ നിർമ്മിത വിദേശ കമ്പനികളായിരിക്കുന്ന ബക്കാടി കമ്പനിക്ക് ഖജനാവിലേക്ക് കിട്ടേണ്ട പണം അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. ശ്രീ സുനിൽകുമാർ, അത് അങ്ങയുടെ ആരോപണമാണ്. പക്ഷേ അങ്ങീ പറയുന്ന ബക്കാടിയുടെ അപേക്ഷ ഏതൊക്കെ കാലത്ത് വന്നിട്ടുണ്ട്? TP രാമകൃഷ്ണന്റെ കാലത്ത് വന്നിട്ടുണ്ട് അല്ലേ? അതിനുശേഷം MV ഗോവിന്ദൻ കുറച്ചു കാലം എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോൾ അതിന്റെ പ്രകാരം മുന്നോട്ട് പോകുന്നുണ്ട്. നോക്കൂ, ടാക്സ് ജോയിന്റ് സെക്രട്ടറിയുടെ കുറിപ്പ്: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ലഭ്യത പ്രോത്സാഹിപ്പിക്കണമെന്നും ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ടുള്ള MP ഉദയഭാനു കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. വിൽപ്പന KSBC മുഖേന ആയതിനാൽ നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. ആയതിനാൽ ഇത്തരം മദ്യം ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാത്തതാണ്. വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്നും കാണുന്നില്ല. ടൂറിസം, IT മേഖലകളിൽ ഉണർവുണ്ടാക്കുന്നതിനും ഇത് സഹായകമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ടാക്സ് ജോയിന്റ് സെക്രട്ടറി കുറിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MV ഗോവിന്ദൻ ഇത് സെക്രട്ടറി നികുതി വകുപ്പിനെ പരിശോധിച്ച് ഉചിതമായ പ്രപ്പോസൽ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ പറയുന്ന അടുത്തൊരു കാറ്റഗറി നിശ്ചയിക്കപ്പെട്ടത്. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിനാണ് അടുത്തൊരു കാറ്റഗറി നിശ്ചയിക്കപ്പെട്ടത്. അങ്ങ് ഈ പറയുന്ന എഥനോളിന്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെയിൽസ് ടാക്സ് നിശ്ചയിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്ന പോലെ വീര്യം കൂടിയ മദ്യത്തിന് 43% ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിന് അത് MLF-ഉം FML-ഉം ഈ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറും ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറും ഇതിലൊക്കെ 251% സെയിൽസ് ടാക്സ് ഉള്ളത്. ബിയറിന്റെ സെയിൽസ് ടാക്സ് എത്രയാണ്? 116 വൈൻ്റേത് 86. ഈ രണ്ട് കാറ്റഗറികൾ അവിടെ നിൽക്കുമ്പോൾ അടുത്തൊരു കാറ്റഗറി നിശ്ചയിക്കുകയാണ്. ഒരു പുതിയ കാറ്റഗറി എന്തിനായിരുന്നു അപ്പോൾ? അതിൽ നികുതി നിശ്ചയിക്കുകയാണ് ഈ സർക്കാർ ചെയ്തതെന്നാണ് വാദം പറയുന്നത്. നികുതി കുറയ്ക്കുകയല്ല, പുതിയൊരു നികുതി നിശ്ചയിക്കുകയാണ്. നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കിയ കാറ്റഗറിയിൽ എന്നുള്ളതാണ്. ഈ നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് 2 കാലത്തും ഉണ്ടായ ഈ ബക്കാടി അടക്കമുള്ള കമ്പനികൾ വന്നതിന്റെ രേഖകളല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഇതൊന്നും രഹസ്യമല്ലല്ലോ. ഈ ഫയലുകൾ നീങ്ങുന്നതിൽ എന്താണ് രഹസ്യാത്മകത ശ്രീ സുനിൽകുമാർ? ഫയലുകൾ നീങ്ങുന്നതിൽ എന്തെങ്കിലും രഹസ്യാത്മകതയുണ്ടോ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ മുമ്പിലേക്ക് പരാതി അപേക്ഷ വരാൻ ഏതാൾക്കും കഴിയുമല്ലോ. ഒരു ഗവൺമെന്റിന് മുമ്പിൽ ഇന്ത്യയിലെ ഏത് ലിക്കർ കമ്പനികൾക്ക് അപേക്ഷ കൊടുക്കാം. കാരണം ലിക്കറുമായി ബന്ധപ്പെട്ടൊരു വകുപ്പിൽ ലിക്കർ കമ്പനി അപേക്ഷ കൊടുക്കില്ലേ? അപേക്ഷയിൽ എടുത്തിരിക്കുന്ന നയപരമായ തീരുമാനം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചോദിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ കാറ്റഗറി നിശ്ചയിച്ചത്? തീരുമാനം എടുത്തത് കാറ്റഗറി നിശ്ചയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? നികുതി നിശ്ചയിക്കലാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നികുതിയിലേക്ക് നിങ്ങൾ ഇതിലെ നിങ്ങൾ പോയിന്റിൽ മാറല്ലേ? നികുതി നിശ്ചയിക്കലാണ്. അല്ല, നികുതി നിശ്ചയിക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ നികുതിയാണ്. പുതിയ നികുതിയാണ്. നോക്കൂ, 0.5% സ്ലാബും 0.10 to 20 അടുത്ത സ്ലാബും ആകുമ്പോൾ അതിൽ നിശ്ചയിച്ചിരിക്കുന്നത് 120-ഉം 170-ഉമാണ് സെയിൽസ് ടാക്സ്. അതെങ്ങനെയാ കുറഞ്ഞ നികുതിയാവുന്നത്? അതെങ്ങനെയാ കുറഞ്ഞതാവുന്നത്? ബിയറിന്റെയും വൈന്റെയും തെറ്റിദ്ധരിപ്പിക്കരുത്. വി ഡി സതീശൻ പറയുന്ന വാദഗതി ഒരു മാധ്യമ പ്രവർത്തക ഇവിടെ ഒന്ന് പറയുന്നത്. മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ വസ്തുതകൾ ജനങ്ങളിലേക്ക് സത്യസന്ധമായി ഇവിടെ മാധ്യമ പ്രവർത്തകരുടെ വായിലൂടെ പൊതുവായി നമ്മുടെ മാധ്യമങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴും ഗവൺമെന്റിന് വേണ്ടി പലപ്പോഴും
മറ്റു രീതിയിൽ നിങ്ങൾ പിന്നെ അവരുടെ എനിക്ക് മനസ്സിലാകുന്ന ശ്രീ സുനിൽകുമാർ അങ്ങയോട് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് അതിന് ഉത്തരവുണ്ടെങ്കിൽ പറയൂ. നിശ്ചയിച്ചതാണ് പ്രശ്നം. നോക്കൂ, അല്ല, ഞാൻ രണ്ട് തരം നികുതി എങ്ങനെയാണ് വരുന്നത്? വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് പറയൂ ഏത് പറയൂ. ബിയറിന്റെയും വൈന്റെയും ടാക്സ് അത് ഈ വീര്യം കൂടിയ ടാക്സിനേക്കാൾ കുറവാണല്ലോ അല്ലേ? കുറവാണോ അല്ലയോ? അതാണ് എന്താണ് സെയിൽസ് ടാക്സ് കുറവാണല്ലോ. നോക്കൂ, എന്താണ് കാര്യം? അതിലെ ആൽക്കഹോൾ കണ്ടന്റ് ആണ്. സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മദ്യത്തിന് എഥനോൾ അത് സ്പിരിറ്റ് ആൽക്കഹോൾ കണ്ടന്റ് എഥനോൾ. അതെ, അതായത് ഇവിടെ നിങ്ങൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന മദ്യത്തിന്റെയും കാറ്റഗറി വേറെയാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മദ്യം രണ്ട് തരത്തിലെ മദ്യമാണ്. കൺട്രി ലിക്കറും ഫോറിൻ ലിക്കറായിരുന്നു ഉണ്ടായിരുന്നത്. കൺട്രി ലിക്കറാണ് കള്ളും ചാരായവും. ഫോറിൻ ലിക്കറിലാണ് ബിയർ ആണെങ്കിലും വൈൻ ആണെങ്കിലും മറ്റ് ബ്രാൻഡി ആണെങ്കിലും വിസ്കി ആണെങ്കിലും റം ആണെങ്കിലും ഒക്കെ ഫോറിൻ ലിക്കറിൽ പെടുന്നതാണ്. ഇവിടെ ഒരു പുതിയ കാറ്റഗറി കൊണ്ടുവന്ന ഗവൺമെൻറ് കൊണ്ടുവന്ന കാറ്റഗറി എന്താണ്? ഒരു കാറ്റഗറി കൊണ്ടുവന്നത് പിന്നെ ഹോട്ടി ലിക്കർ, ഹോട്ടി വൈൻ, പിന്നെ വീര്യം കുറഞ്ഞ മദ്യം. 3 കാറ്റഗറി ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഞങ്ങൾ നികുതി ഏർപ്പെടുത്തിയത് 251%. ഞങ്ങൾ ബിയറിന് ഏർപ്പെടുത്തിയത് 86%. വൈൻ ഏർപ്പെടുത്തിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞ 116%. അത് വളരെ ക്ലിയർ ആണല്ലോ. ഇതിനിടയിൽ പല അപേക്ഷകൾ വന്നു കാണും, പല പിന്നെ അഭിപ്രായങ്ങൾ വന്നു കാണും. പക്ഷേ ഞങ്ങൾ പ്രായോഗികമായി കൊണ്ടുവന്ന കാര്യം ഈ പറയുന്ന കാറ്റഗറിയിലാണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പറയുന്ന ബക്കാടി കമ്മിറ്റിയുടെ അപേക്ഷ MP ഗോവിന്ദന്റെ കാലത്ത് വന്നു, സത്യമാണ്. ആ സമയത്താണല്ലോ VD സതീശൻ ആരോപണം ഉന്നയിച്ചത്. ഈ ഒരു കമ്പനിക്ക് വേണ്ടി, പിന്നെ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി ഇതിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ആരോപണം എന്തടിസ്ഥാനത്താണ് VD സതീശൻ ഉന്നയിച്ചത്? സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കും, തീർച്ചയായിട്ടും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇവിടെ ഒരു ആരോപണത്തിന് വഴിവെക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്ദേശിക്കാത്ത കൊണ്ട് തന്നെയാണ്. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള സ്പിരിറ്റ് കലർത്തിയിട്ടുള്ള വീര്യം കുറഞ്ഞതും കുടിക്കാൻ സുഖമുള്ളതുമായ മദ്യം സുലഭമായി കഴിഞ്ഞാൽ മദ്യം കഴിക്കാത്തവർക്ക് കൂടി കഴിക്കാൻ തോന്നുന്ന വിധത്തിലേക്ക് മദ്യാസക്തി വർദ്ധിപ്പിക്കപ്പെടും. ഇവിടുത്തെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണം, മദ്യാസക്തി കുറയ്ക്കാൻ എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. നോക്കൂ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. വീര്യം കുറഞ്ഞുകൊണ്ട് മദ്യാസക്തി കൂടുമെന്നുള്ളത് നിങ്ങളുടെ പുതിയ വ്യാഖ്യാനം. നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്ന വ്യാഖ്യാനം. ശരി, ഞാൻ വരാം. ശ്രീ BRM ഷഫീർ, അങ്ങേക്ക് ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. ഞാൻ എന്റെ കയ്യിൽ വന്നിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ് പറയാൻ. ഒരു മിനിറ്റ് ഞാൻ പറയാം. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശ്രീ MP ഗോവിന്ദന്റെ മുമ്പാകെ വന്ന ഒരു ഫയലിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കാതെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കള്ളമാണ് മുൻ മന്ത്രി ഇവിടെ പറഞ്ഞത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 2021 നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ഈ ഫയൽ വേഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ഇപ്പോൾ ഓൺലൈൻ ഫയലാണ്. നിങ്ങൾക്കോ എനിക്കോ പൊതുസമൂഹത്തിലുള്ള ആർക്കെങ്കിലുമോ പെട്ടെന്ന് കയറി ചെക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓൺലൈൻ ഫയലാണ്. സർ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 29/11/2021 മുതൽ 6/1/2022 വരെയുള്ള 6 ദിവസക്കാലം കൊണ്ട് ശ്രീ MP ഗോവിന്ദൻ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ ഈ ഫയൽ പറന്ന കഥകളും അതിന്റെ ഓരോ സ്റ്റെപ്പുകളും ഓരോ നോട്ടുകളും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരണോ? 6 ദിവസം കൊണ്ട് 12ൽ പരം സ്ഥലങ്ങളിലൂടെ കറങ്ങിപ്പോയ ഫയലിനെ കുറിച്ച് നിങ്ങൾ കാണിച്ചു തരണോ? ഇപ്പൊ ഫയൽ നീങ്ങിയതിന്റെ വേഗം അത് അഴിമതിയാണെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് അഴിമതിയുടെ തുടക്കം നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നോക്കി, ഇത് എങ്ങനെയത് വന്നത് പറഞ്ഞാൽ ജസ്റ്റിസ് ഉദയഭാനു കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വീര്യം കുറഞ്ഞ മദ്യം പിന്നെ പ്രാവർത്തികമാക്കുന്നതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ, എല്ലാ കാര്യങ്ങളിലും നയപരമായ തീരുമാനമെടുത്ത നേതാവിന്റെ പേര് ശ്രീ MP ഗോവിന്ദൻ എന്നാണ്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2021 ഇതിനെ സംബന്ധിച്ച് ബക്കാടി കമ്പനി അപേക്ഷ കൊടുക്കുന്നു. ബക്കാടി കമ്പനി അപേക്ഷ കൊടുത്ത ഉടൻ തന്നെ ഈ ബക്കാടി കമ്പനിയുടെ അപേക്ഷയിൽ അല്ല ഞാൻ പറയട്ടെ സാർ, ഞാൻ എന്റെ ഭാഗം എന്ന് പറയട്ടെ. 2021 അവർ അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷയിൻമേൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറയപ്പെടുന്ന സംജ ഈ മദ്യത്തിന് നൽകിയതാരാ? MP ഗോവിന്ദൻ. ഈ 2021 ബക്കാടി കമ്പനിയുടെ അപേക്ഷയെ എടുത്തു വെച്ചുകൊണ്ട് ചട്ടത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് MP ഗോവിന്ദൻ നികുതി സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തതിന്റെ രേഖ പുറത്തു വന്നു. അപ്പോ നികുതി നിർദ്ദേശം കൊടുത്തത് ആരാ? MP ഗോവിന്ദൻ.
ചട്ടം ഭേദഗതി ചെയ്തത് ആരാ? എം വി ഗോവിന്ദൻ. 17/11/2021 അദ്ദേഹത്തിന്റെ കത്ത് ഇങ്ങനെയാണ്, നോട്ട് നമ്പർ 4, ബെക്കാഡി കമ്പനിയുടെയും മറ്റും അതുപോലെ നൽകിയ എല്ലാ അപേക്ഷകളും സമാനമായ അപേക്ഷകളും ഒരുമിച്ച് മേപ്പടി ഖണ്ഡികയിൽ പറഞ്ഞ പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം നൽകി എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മന്ത്രി എം വി ഗോവിന്ദൻ. നോട്ട് നമ്പർ 4, ഡേറ്റ് 17/11/2021, സമയം 11:06 AM. പറഞ്ഞു വന്നത്, ബെക്കാഡി കമ്പനിയുടെ അപേക്ഷ വരുമ്പോൾ ആ അപേക്ഷയിന്മേൽ നികുതി സെക്രട്ടറിയെ വിളിച്ചിട്ട് അതിന് ഒരു വീര്യം കുറഞ്ഞ മദ്യത്തിന് നിർവചനം ഉണ്ടാക്കാൻ പറഞ്ഞ നേതാവിന്റെ പേര് എം വി ഗോവിന്ദൻ എന്നാണ്. അതിനുശേഷം ഇദ്ദേഹം ചെയ്ത് എന്താണെന്നറിയോ? നികുതി നിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടി കൊടുത്തു. ആർക്ക്? നികുതി വകുപ്പിനേക്കോട് പറഞ്ഞു, നികുതി നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നികുതി നിർദ്ദേശം നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ KR ജ്യോതിലാലാണെന്ന് ടാക്സിന്റെ കമ്മീഷണർ ആദ്യം കൊടുത്ത നികുതി നിർദ്ദേശം എന്താണെന്ന് അറിയാമോ? അതുകൂടെ പറഞ്ഞുതരാം. ആദ്യം കൊടുത്ത നികുതി നിർദ്ദേശം ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തി പരിഗണിക്കേണ്ടതില്ല. 6 മാസം കഴിഞ്ഞപ്പോ നികുതി വകുപ്പ് നിലപാട് മാറ്റിയിട്ട് പറഞ്ഞു, ബിയറിന്റെയും വിദേശ മദ്യത്തിന്റെയും ഇടയിലുള്ള നികുതി ഈടാക്കാവുന്നതാണ്. ഇതാരുടെ കാലത്താ? ഞങ്ങളുടെ കാലത്താണോ? അല്ല, ഞങ്ങളുടെ കാലത്തല്ല. അപ്പൊ നികുതി നിർദ്ദേശം കൊടുത്തുകൊണ്ട് നികുതി വകുപ്പിലേക്ക് വിട്ട നേതാവിന്റെ പേര്, മന്ത്രിയുടെ പേര് എം വി ഗോവിന്ദൻ എന്നാണ്. അത് എം ലിജുവെന്നോ ശ്രീ VD സതീശനെന്നോ അല്ല. അതിനുശേഷം ലോ ആൽക്കഹോളിക് ബിവറേജസിന്റെ നിർവചനം നടത്താൻ തീരുമാനിച്ചതാരാ? എം വി ഗോവിന്ദൻ. ആ നിർവചനം വന്നതിന് ശേഷം അബ്കാരി ചട്ടത്തിന് ഭേദഗതി വരുത്തണമല്ലോ. അബ്കാരി ചട്ടത്തെ ഭേദഗതി വരുത്തിയതാരാ? ഞങ്ങളാണോ? നിങ്ങൾ വെറുതെ അടയിരിക്കുകയായിരുന്നില്ല, വളരെ സ്പീഡിൽ അടിച്ച് പാഞ്ഞു വിടുകയായിരുന്നു. മനസ്സിലായില്ലേ? കൊച്ചി മെട്രോയേക്കാൾ സ്പീഡിൽ പായായിരുന്നു. ലോ ആൽക്കഹോളിക് ബിവറേജിന് വേണ്ടിയിട്ട് അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്തി. ആര്? എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ. എന്നിട്ട് നികുതി നിർദ്ദേശത്തുമായി ബന്ധപ്പെട്ട് GST വകുപ്പിന്റെ 2ാമത്തെ ശുപാർശയിൽ തീരുമാനമെടുത്തതാര്? നികുതി മന്ത്രിയും മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ എന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയും തീരുമാനവും എടുത്തു. അതിനുശേഷം അവിടെ ഇങ്ങനെയാണ് തീരുമാനം വേണ്ടത്: 116-നും 251-നും ഇടയിലുള്ള നികുതി ആകാം. ഇത് പുതിയ കാര്യമല്ല, നിങ്ങളുടെ കാലത്താ. ഞങ്ങൾ നിശ്ചയിച്ചു 116. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിയമത്തിന്റെ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഈ ആശയം തുടങ്ങിയത് നിങ്ങള്, പേരിട്ട് നിങ്ങള്, അബ്കാരി ചട്ടം ഭേദഗതി ചെയ്ത് നിങ്ങള്, നികുതി നിർദ്ദേശം സ്വീകരിച്ച നിങ്ങള്, രണ്ടാമത് വീണ്ടും നികുതി നിർദ്ദേശം സ്വീകരിച്ച നിങ്ങള്, അതിനുശേഷം ആ ഫയലിന് വേഗം കൂട്ടിയ നിങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയപ്പെടുന്ന ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയപ്പെടുന്ന ഈ കുട്ടിയുടെ തന്തയുടെ പേര് അഥവാ പിതാവിന്റെ പേര് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആരാണ് ഫാദർ എന്ന് ചോദിച്ചാൽ അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദനാണ്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതുകൂടി പറഞ്ഞുതരാം. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ മുമ്പാകെ നിർദ്ദേശം വന്നു, ഞങ്ങൾക്കതിനെ ബഡ്ജറ്റിൽ വെക്കണമായിരുന്നു. ബഡ്ജറ്റിലേക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഫയലിന്റെ വേഗം കൂടും. അല്ല, എം വി ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിസ്ഥാനം ഒഴിയുന്ന സമയത്ത് എന്താണ് ഇലക്ഷൻ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി പോയതല്ലേ? എന്താണ്? എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രി എക്സൈസ് മന്ത്രി സ്ഥാനത്ത് പോകുന്ന എം പി രാജേഷ് വന്നു. എം പി രാജേഷ് വന്നിട്ട് 3 വർഷം. ഞാൻ പറഞ്ഞുതരാം. ഒരു വസ്തുതാപരമല്ല, എന്റെ രേഖയുണ്ട് സാർ. നോക്ക്, എം പി ഇലക്ഷൻ എന്ന് പറഞ്ഞത് 6/1/2021 ഞാൻ പറഞ്ഞുതരാന്ന്. 6/1/2021 നോട്ട് നമ്പർ 83 അംഗീകരിച്ചു. എം പി രാജേഷ് മന്ത്രി. ആരാണ്? JS ദിലീപ്. ഏതാ ഡേറ്റ്? 6/1/21. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയം എപ്പോഴാ? 6/4/21. മനസ്സിലാവുന്നുണ്ടോ? 3 മാസത്തെ ഉള്ളൂ അപ്പോൾ നിയമസഭാ ഇലക്ഷൻ നടത്താൻ. നിയമസഭാ ഇലക്ഷനിൽ 2021 നിയമസഭാ ഇലക്ഷനിൽ പ്രശ്നമാകുമെന്ന് കണ്ടപ്പോഴാണ് ഈ ഫയലിനകത്ത് വേഗം കൂടിക്കൊണ്ട് വന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന നോട്ട് നമ്പർ 80 മുതൽ 82 വരെയുള്ള ഭാഗം നിങ്ങൾ വായിക്കണം. അതിനുശേഷം 23 ഈ ഫയൽ വീണ്ടും വന്നിട്ടുണ്ട്. അന്ന് മന്ത്രി എം പി രാജേഷ. ശരി, ആ ഫയൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2 തവണ വന്നു എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, മുക്കിയിട്ടില്ല. ശരി.
ശരി, ഞാൻ ഞാൻ തിരിച്ചെത്താം. പറഞ്ഞു വന്നത് ശ്രീ എൻ പി എം വി ചെക്കുട്ടിയിലേക്ക് ഗോവിന്ദന്റെ പോയതേയില്ല. കാലഘട്ടത്തിൽ 12 തവണയും ശരി. എം വി രാജേഷിന്റെ കാലഘട്ടത്തിൽ 6 വരാം. എനിക്ക് അടിയന്തരമായി ബ്രേക്ക് പോകണം. ഞാൻ തിരിച്ചെത്താം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ VDS സർക്കാരിന്റെ ഒരു മാസം പൂർത്തിയാകുമ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ മദ്യ നികുതി നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അത് അതിന്റെ സ്വാഭാവികതയിൽ തന്നെ മനസ്സിലാക്കാം. പക്ഷേ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയരുന്ന സ്വരം, അത് ഏറ്റവും മുതിർന്ന നേതാവ് ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനോട് തന്റെ അഭിപ്രായം പോയി പറഞ്ഞ VM സുധീരൻ തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും വാർത്താ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, സുധീരന്റെ ഈ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. 2 കാരണം കൊണ്ടാണ് സുധീരൻ എടുക്കുന്ന നിലപാടുകളോ എനിക്ക് വിയോജിപ്പുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് സർക്കാർ അതിൻ്റെ നയപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. മദ്യനയമടക്കമുള്ള വിഷയങ്ങൾ UDF-നകത്തും ബന്ധപ്പെട്ട പാർട്ടികൾക്കകത്തും ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ സത്യത്തിൽ ഇപ്പം UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇപ്പോൾ ഇല്ല. UDF-ന്റെ പിന്നെ എന്താ പറയുക UDF കമ്മിറ്റി ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല KPCCയുടെ അധ്യക്ഷൻ ഇപ്പം മന്ത്രിയാണ്, പുതിയൊരു അധ്യക്ഷന് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗമായ പാർട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സാധ്യമാക്കുന്ന തരത്തിലുള്ള ഫോറം, അങ്ങനെ ഒരു ഫോറം ഇന്ന് അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബജറ്റ് നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് മദ്യം പോലുള്ള വിഷയങ്ങളായാലും ശരി, കരിമണൽ പോലുള്ള വിഷയങ്ങളായാലും ശരി, അതിനകത്ത് പിന്നെ എന്താ പറയുക സർക്കാർ ചില പ്രപ്പോസൽസ് വെച്ചേ പറ്റുള്ളൂ. അത് നികുതിയുമായിട്ട് നികുതി ഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം പ്രപ്പോസൽസ് വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസൽസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന തർക്കങ്ങൾ വരുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക അനാവശ്യമായ വിവാദത്തിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിലുള്ള ഒരു റിയാലിറ്റിയാണ്. ഇന്ത്യയിൽ മദ്യ നിരോധനം നടപ്പിലാക്കിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സമീപകാലത്ത് ഞാൻ പോയ സമയത്ത് കാണുന്നത്, നിങ്ങൾക്ക് മദ്യം പരമസുലഭമാണ്. അവിടെ മദ്യത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിനെന്താ സംഗതി, നിങ്ങൾ മദ്യഷാപ്പ് പോയിട്ടല്ല, മറിച്ച് പിന്നെ ബ്ലാക്ക് വഴി വാങ്ങണം. അപ്പോൾ ബ്ലാക്ക് വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ബിഹാറിൽ ഈ നിതീഷ് കുമാർ ഇത്തരം സംഭവം നടത്തി എത്രയേറെ ആളുകളാണ് മദ്യദുരന്തത്തിന് വിധേയമായി ബീഹാറിൽ മരിച്ചത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഈ തരം കാര്യങ്ങളിൽ നമുക്ക് നിരവധി അനുഭവങ്ങളുണ്ട്, ദുരനുഭവങ്ങളുണ്ട്. വ്യാജമദ്യം കഴിച്ച് ധാരാളം പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മദ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് ഫലപ്രദമായ മട്ടിൽ അതിനെ നിയന്ത്രണം കൊണ്ടുവരിക, അതാണ് കേരളത്തിൽ എല്ലാ സർക്കാരും ചെയ്തിട്ട് നിലവിലിവിടെ മദ്യവിൽപ്പനയുണ്ട്. വീര്യം കൂടിയ മദ്യം നല്ല നികുതി കൊടുത്തു തന്നെ ഇവിടെ ആളുകൾ വാങ്ങുന്നുണ്ട്. അത് വിദേശ നിർമ്മിതമായാലും ഇന്ത്യൻ നിർമ്മിതമായാലും അത് വിൽക്കുന്നുണ്ട്. വൈനുണ്ട്, ബിയറുണ്ട്. ഇതിന് നടുക്ക് നിൽക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വരുമ്പോൾ അതൊരു പുതിയ നികുതി നിശ്ചയിക്കാനായി ഒരു ചട്ട ഭേദഗതി തന്നെ കഴിഞ്ഞ സർക്കാർ നടത്തിയിട്ടുണ്ട്. ആ ചട്ട ഭേദഗതിയിൽ നികുതി നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ അതിൽ അഴിമതി ആരോപിക്കുന്നതിന്റെ സാങ്കത്യം അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ ബെക്കാടി അടക്കമുള്ള മറ്റു കമ്പനികൾ നേരത്തെ തന്നെ മുൻ സർക്കാരുകളുടെ കാലത്ത് തന്നെ വന്നതിന്റെ രേഖകൾ ഇപ്പോൾ പുറത്താണ്. അപ്പോൾ ഈ നികുതി നിശ്ചയിച്ചതാണോ പ്രശ്നം, അതോ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതാണോ പ്രശ്നം? ആ വീര്യം കുറഞ്ഞ മദ്യം കഴിക്കാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും ഒക്കെ ബാറിലേക്ക് വരും എന്നുള്ള ഒരു പ്രതികരണം അത് എത്രത്തോളം ശരിയാണെന്നാണ് അങ്ങ് കരുതുന്നത്? യഥാർത്ഥത്തിൽ അത്തരം ആരോപണം ഉന്നയിച്ച ആളുകളാണ് വിശദീകരിക്കേണ്ടത്. ബക്കാർഡി കമ്പനിയുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് പുതിയ നികുതി നിർദ്ദേശം വന്നതെന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രി, അതായത് പ്രതിപക്ഷ നേതാവ് അവിടെ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ സമയത്ത് ഈ ബക്കാർഡി കമ്പനി രാജ്യത്തുണ്ടല്ലോ, ബക്കാർഡി കമ്പനിയുടെ സംഗതികൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ടല്ലോ, ബക്കാർഡി കമ്പനി അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അന്നുള്ള ബക്കാർഡി അല്ല ഇന്നും ബക്കാർഡി ഒരു ഈ മദ്യരംഗത്തിലെ ഒരു കമ്പനിയാണ്. UBA പോലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവർ അന്നും വരും ഇന്നും വരും. അപ്പൊ അതിനകത്ത് പ്രവർത്തിച്ച കാര്യമൊന്നുമില്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം
ഈ ലിക്കറിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവത്തോടു കൂടി കാണേണ്ടത് ഈ അമിതമായ തരത്തിലുള്ള ഹാർഡ് ലിക്കറിന്റെ വിൽപ്പന കേരളത്തിൽ ഒരു പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ ഈ സത്യത്തിൽ ഇന്ന് വിറ്റുപോകുന്നത് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ചീപ്പായ എന്നാൽ വളരെ മാരകമായ സ്വഭാവമുള്ള ഹാർഡ് ലിക്കറാണ്. എന്തുകൊണ്ടാണ്? മറ്റു തരത്തിലുള്ള ഓപ്ഷൻസ് വളരെ വളരെ കുറവാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻസ് പറയുന്നത് ഈ വൈന് അതുപോലെ ബിയർ പോലുള്ളതാണ്. അതൊരു പരീക്ഷണം നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടത്തിയിരുന്നു. ഏത് തരത്തിലുള്ള ആപത്താണ് അത് ഉണ്ടാക്കിയത്? വലിയ തോതിൽ വ്യാജമദ്യം വരാൻ തുടങ്ങി, വലിയ തോതിൽ മറ്റു തരത്തിലുള്ള മാഫിയ സംവിധാനങ്ങൾ ആയി നോക്കാൻ അന്ന് വളരെ വലിയ ലോറി കണക്കിനായിട്ടാണ് ഇവിടേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നികുതി മഹിയിലേക്ക് ഒഴുകി എന്നല്ലാതെ ആ ഹാർഡ് ലിക്കറിന്റെ കൺസംഷൻ കുറവ് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ പുതിയ ഓപ്ഷൻസിലേക്ക് ആകർഷിക്കുമ്പോൾ ഹാർഡ് ലിക്കറിന്റെ കൺസംഷൻ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത് ഇനിയിപ്പോ പുതിയ തലമുറയിലെ ഒരാള് മദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം നേരെ ഹാർഡ് ലിക്കറിലേക്ക് പോകുന്നതിന് പകരം സോഫ്റ്റ് ലിക്കർ കഴിച്ചോട്ടെ എന്ന് വയ്ക്കുന്നത് യഥാർത്ഥ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പോളിസി. അതുകൊണ്ടാണ് ഉദയഭാനു കമ്മീഷൻ അടക്കമുള്ള കമ്മീഷനുകൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരണം, അത് ആയിരിക്കും നമ്മുടെ സമൂഹത്തിന് നല്ലതെന്ന് പറയാം. അതിനൊരു പുതിയ എന്താ പറയുക നികുതി നിരക്ക് കൊണ്ടുവന്നു. കാരണം അതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് കുറവാണ്. അതനുസരിച്ചുള്ള സത്യത്തിൽ അത് ഈ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തിട്ടില്ലേ ഈ ഫോറിൻ ലിക്കർ, ഇമ്പോർട്ടഡ് ലിക്കർ ഇല്ലേ? ഇപ്പൊ ജോണി വാക്കർ വിസ്കിയെ പോലെ സംഗതികൾ, ശിവാസ് റീഗലിനെ പോലെ സംഗതികൾ, അതിനെത്ര 70-75% മാത്രമേ ഉള്ളൂ. ഇവിടെ 250% പിന്നെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് ടാക്സ് കൊടുക്കുന്ന സമയത്ത് വിദേശ കമ്പനികൾ വിദേശത്തുണ്ടാക്കി ഇവിടെ വിൽക്കുന്ന സാധനത്തിന് 75% ഉള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? വിദേശ കമ്പനിയോട് നമുക്ക് പ്രത്യേക ആനുകൂല്യമുണ്ട് അല്ല, അല്ലെങ്കിൽ ആ സാധനം വേണ്ട ആളുകൾക്ക് അതിന് വില പൊതുവെ തന്നെ കൂടുതലാണ്. സഭയിൽ ഉന്നയിച്ച വാദം തെറ്റാണ് എന്നതിന്റെ തെളിവുകളുണ്ട് അല്ലെ? 78% നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ അതല്ലാതെ ഒരുപാട് ഉണ്ടല്ലോ അതിന്റെ കൂടെ. തെറ്റിദ്ധരിപ്പിക്കരുത്. ഇല്ല, തെറ്റിദ്ധരിപ്പിക്കല്ല. അദ്ദേഹം പറഞ്ഞത് വിദേശ മദ്യം ഇറക്കുമതി ചെയ്യുമ്പോൾ പറഞ്ഞതാണ് 30% ടാക്സ് ഈടാക്കുന്നുണ്ട്. ആ ടാക്സ് കൊടുത്തിട്ടാണ്. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തില് ഇങ്ങനെ പറയരുത്. ബഹുമാനപ്പെട്ട പിന്നെ ചേക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് അദ്ദേഹം അങ്ങനെ പറയുന്നില്ല അല്ലേ? അങ്ങ് അതല്ലേ വില കൂടുതൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് വിദേശത്ത് നടത്തുന്നതാണ്. ആ ഒരു കാര്യം ഞാൻ അംഗീകരിച്ചു. അത് അംഗീകരിച്ചു സാർ, അത് അംഗീകരിച്ചു. കാരണം ഇത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കാണണം. അപ്പം നികുതിയെ സംബന്ധിച്ചിടത്തോളം നികുതി നിരക്കിനകത്ത് ഒരു റാഷണൽ ആയിട്ടൊരു പോളിസി കൊണ്ടുവന്നു എന്നുള്ളതാണ് സതീശൻ ചെയ്തത്. അത് മാത്രമല്ല അത് നടപ്പിലാക്കിയിട്ടുമില്ല. അപ്പൊ ആ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച നടക്കുന്നതിന് സമയത്ത് തന്നെ ഇതെന്തൊരു ബക്കാടി ദുരന്തമാണ്, അല്ലെ ബക്കാടി പോളിസിയാണ് എന്നൊക്കെ പറയുന്നത് ഒരു സർക്കാർ വന്നിട്ടേ ഉള്ളൂ, ഒരു മാസമായിട്ടേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ബാർക്കോഴ എന്നാണ് ഇതൊക്കെ അവർ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് സതീശന് ആയിക്കോട്ടെ, അതെല്ലാം കുഴപ്പമില്ല. പക്ഷെ കേരളത്തിൽ ഇരിക്കുന്ന സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിനെ സംബന്ധിച്ച് വേറെ എന്താ ചെയ്യുക? കേരളത്തിൽ ഗുജറാത്ത് മോഡലോ ബീഹാർ മോഡലോ ആദ്യമേ വേണ്ട, എല്ലാവരും വ്യാജമദ്യം കഴിച്ച് മരിച്ചോട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാരിന് കഴിയോ? ഒരു മുഖ്യമന്ത്രി കഴിയോ? കഴിയില്ല. അതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ഒരു പോളിസി ഇവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ചർച്ച നടത്തണം. ലീഗ് അടക്കമുള്ള പാർട്ടികൾ നിലപാടെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ മദ്യമെന്ന് കേട്ടാൽ ഉടനെ വാളെടുക്കുന്നവർ ഒരു വിഭാഗമുണ്ടല്ലോ. ഇപ്പോൾ സഭയായാലും സഭയിലെ മദ്യവിരുദ്ധ സമിതി ഉടനെ പ്രതികരണമായി രംഗത്തെത്തി. ഇപ്പോൾ സമസ്തയ്ക്കും മദ്യവുമായി ബന്ധപ്പെട്ട് മറ്റു നിലപാടാണുള്ളത്. അവരുടെ പ്രതികരണം വന്നു. ലീഗ് പാകത്ത് ശങ്കുവിലാണ്. ലീഗിനത് പരസ്യമായിട്ടൊരു നിലപാട് പറയാൻ വയ്യ. എന്താണോ മുഖ്യമന്ത്രി പറയുന്നത് അതാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണല്ലോ അദ്ദേഹം വിശദീകരിച്ചതെന്നൊക്കെ പിന്നീട് ഇപ്പോൾ KM ഷാജിയെ പോലുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് VM സുധീരനെ പോലുള്ള നേതാവ് ഇവിടെ പ്രതികരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷവും പറയുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നല്ലോ എന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഊർജ്ജം കിട്ടുകയാണ് ശ്രീ NP ചെക്കുട്ടി. അപ്പോൾ ഇങ്ങനെ പോയാൽ ആദ്യ മാസത്തെ അനുഭവമാണ് ഇതെങ്കിൽ മുന്നോട്ടുള്ള കാലം VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് അത്ര എളുപ്പമാണോ? ഈ ഓരോ വിഷയത്തിലും ഉണ്ടാകാം ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ശ്രീ VM സുധീരന്. അദ്ദേഹം നേരിട്ട് പറയാതെ പരസ്യമായി പ്രതികരിക്കും. അദ്ദേഹത്തിന് ഇങ്ങനെ നേരിട്ട് പരസ്യമായി പറയാനുള്ള ഒരു സാഹചര്യം പാർട്ടി സൃഷ്ടിക്കുന്നുണ്ടോ?
അല്ല, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ ആദ്യത്തെ തലവേദന ഉണ്ടാക്കിയ വി എം സുധീരനാണ്. സുധീരൻ എനിക്ക് വളരെ ബഹുമാനമുള്ള നേതാവ്. ആ സമയത്തും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, വി എസ് സുധീരൻ എടുക്കുന്ന നിലപാടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിനെ സംഭവിച്ചത്. ആ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നെന്തായിരുന്നു? ഉമ്മൻചാണ്ടി ഒരു ദിവസം രാത്രി ഒരു തീരുമാനം എടുത്തു. എന്താണ്? കേരളത്തിൽ ഇനി മദ്യനിരോധനത്തിലേക്ക് പോവുകയാണ്, ബാറുകൾ നിർത്താൻ പോവുകയാണ്. ബാറുകളിൽ ഇനി മദ്യം വിൽപ്പന നിർത്തിയിട്ട് ബിയർ കൊടുക്കും, ബിയറിന് പകരം അതിന് പുറമെ വൈന് കൊടുക്കും, ബാക്കി എല്ലാ സംഗതികളും ഷാപ്പുകൾ തന്നെ ക്ലോസ് ചെയ്യാണ് എന്ന മറ്റൊരു തീരുമാനം അദ്ദേഹത്തെ കൊണ്ടുപിടിപ്പിച്ച് കേരളത്തിൽ അതീവ ഗുരുതരമായിട്ട് അന്ന് ഞാൻ പറയില്ല, ആ സമയത്താണ് മാഹിന്ന് ലോഡ് കണക്കിന് സാധനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിതരണം ചെയ്ത് ഒരു വലിയ മദ്യ മാഫിയ കേരളത്തിൽ വീണ്ടും ഉയർന്നു വന്നത്. ഇതായിരുന്നു സുധീറിന്റെ സംഭാവന. അപ്പൊ അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ ഇനി വീണ്ടും പറയില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. രണ്ടാമത്തെ കാര്യം, അത് പള്ളിക്കാരായാലും ശരി, പിന്നെ മൊല്ലാക്കന്മാരായാലും ശരി, ജാതിമത നേതാക്കന്മാരായാലും ശരി, അവർക്ക് അവരുടെ നിലപാടുകൾ ഉണ്ടാവും. പക്ഷേ ആ നിലപാടുകൾ അനുസരിച്ച് കേരളം പോലെയുള്ള വികസ്വരമായ ഒരു സൊസൈറ്റി, ഹൈലി എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി, ഗ്ലോബൽ കോണ്ടാക്റ്റുള്ള സൊസൈറ്റി, ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്ന സൊസൈറ്റി, ഈ സൊസൈറ്റിയുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കാൻ ജാതിമത നേതാക്കൾക്കും മത നേതാക്കൾക്കും സമയം കൊടുത്താൽ കേരളത്തിൽ ആൾ നിൽക്കില്ല, എല്ലാവരും ഇട്ടിട്ട് വേറെ വഴിക്ക് പോകും. ഇതാണ് അവസ്ഥ. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മണിക്കെത്താം. ശ്രീ വി എസ് സുനിൽകുമാർ, ഇപ്പോൾ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്നത് നിങ്ങളുടെ കാലത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം ഇപ്പോൾ ഭരണപക്ഷത്തെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്കെതിരെ വരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോൾ ഖനനവുമായി ബന്ധപ്പെട്ടും ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നു എന്ന് പറയുമ്പോൾ സ്വകാര്യ നിക്ഷേപകരെ ക്ഷണിച്ചുകൊണ്ടുള്ള തീരുമാനം LDF സർക്കാരിന്റെ ബജറ്റിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നതാ മനോരമ പത്രത്തിലെ 1-ാം പേജ് വാർത്ത അറിയാമല്ലോ. മോണോസൈഡ് സംസ്കരണത്തിന് LDF സർക്കാർ അനുമതി നൽകി. അങ്ങി പറയുന്ന ഒരു ശരവേഗം ഈ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുമേഖലയ്ക്ക് മാത്രം നിലവിൽ നൽകിയിട്ടുള്ള ഒരു അനുമതി ഇപ്പോൾ മോണോസൈഡ് സംസ്കരണത്തിന് ഒരു സ്വകാര്യ കമ്പനിക്ക്, അതായത് ഈ ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയെന്നുള്ള വാർത്തയാണ്. തെലങ്കാന ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ് എന്നതിന്റെ വിവരങ്ങളും കൂടി വരികയാണ്. സർക്കാരിന്റെ റെയർ എർത്ത് കോറിഡോർ പദ്ധതിയുടെ ചൂടുപിടിച്ചാണ് ഈ നടപടി. ഈ സംസ്ഥാനത്ത് 5000 കോടിയെങ്കിലും വിലമതിക്കുന്ന 19 ലക്ഷം ടൺ മോണോസൈഡ് ശേഖരമുണ്ട്. ഇതിൽ നിന്ന് നിയോഡൈമിയം, കോറിയം, സ്കാൻഡിയം ഉൾപ്പെടെയുള്ള ധാതുക്കൾ വേർതിരിക്കേണ്ട സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പൈലറ്റ് പ്ലാൻ സ്ഥാപിക്കാനാണ് ഈ കമ്പനിയെ തിരഞ്ഞെടുത്തത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഖനനം തന്നെയാണല്ലോ ഒരു തരത്തിൽ. ഈ വേർതിരിക്കൽ എന്ന് പറയുകയാണെങ്കിലും അത് ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഏൽപ്പിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അതിലെ കൂടി നിങ്ങൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിലെന്താണ് മറുപടി? സ്മൃതി, ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷം പ്രതിരോധത്തിലാണ് എന്നുള്ളത് നിങ്ങളുടെ നരേഷനാണ്. അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. പിന്നെ നിങ്ങൾ പൊതുവായി കാണിക്കുന്ന ഒരു കാര്യം, ഞാൻ എല്ലായിടത്തും പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തർക്കശാസ്ത്രത്തിലൊരു വാദമുണ്ട്. എന്താണെന്നറിയാമോ? ചില സമാനതകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് പറയുക. ആടിന് 4 കാലുണ്ട്, പട്ടിക്ക് 4 കാലുണ്ട്. ആടിനും ഒരു 2 ചെവിയുണ്ട്, പട്ടിക്ക് 2 ചെവിയുണ്ട്. അവിടെ എല്ലാ പട്ടികളും ആടാണെന്നും എല്ലാ ആടും പട്ടിയാണെന്നും പറയുന്ന ഈ തന്ത്രം പലപ്പോഴും ഈ മലയാള മനോരമയെ പോലെയുള്ള പത്രങ്ങളും പല മാധ്യമങ്ങളും ഈ UDF-ന് വേണ്ടി പ്രയോഗിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട് തന്നെയാണ്. രണ്ടായി കാണാൻ നിങ്ങൾക്ക് കഴിയണം. ഈ സമാനത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രതിരോധം. ഞാൻ രേഖ വെച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ആ രേഖ വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. രണ്ടാണെന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഞാൻ പറയട്ടെ. കരിമണൽ റയർ എർത്ത് എന്ന് പറയാ, റയർ മെറ്റൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ അപൂർവ ധാതുക്കളുമായി ബന്ധപ്പെട്ടതും മറ്റും നിങ്ങൾ ഒരേ രീതിയിലാക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യവും ഇല്ല ബഹുമാനപ്പെട്ട പിന്നെ ചെക്കുട്ടി സാർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഹിപ്പോക്രസി ഇല്ലാതെ മദ്യനയത്തെ കാണണമെന്ന് പറഞ്ഞ അദ്ദേഹം നയത്തോട് ഞാൻ പൂർണ്ണ യോജിക്കുന്ന ആളാണ്. അതിലൊന്നും യാതൊരു വിരോധമില്ല. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ പറഞ്ഞ 2023 MP ഗോവിന്ദൻ മാഷ്ട കാലത്താണ് ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് എത്ര തെറ്റായ കാര്യമാണ്. 2021 ജനുവരി മാസത്തിലാണ് മദ്യനയം വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 തരം കാറ്റഗറി തിരിക്കുന്നത്: ഹോട്ടി വൈനും, ഹോട്ടി ലിക്കറും, വീര്യം കുറഞ്ഞ മദ്യവും. അതിനുശേഷമാണ് ബക്കാടി കമ്പനിയുടെ ഫയൽ വരുന്നത്. അതിനുശേഷമാണ് വരുന്നത്. ബക്കാടി കമ്പനി പറഞ്ഞ എന്താണ് ആവശ്യപ്പെട്ടത്? എന്തായിരുന്നു? അവരുടെ മദ്യം പിന്നെ സ്പിരിറ്റിൻ്റെ വീര്യം കുറഞ്ഞാണ്, അതിന് പ്രത്യേകം നികുതി ഏർപ്പെടുത്തരണം എന്നുള്ളതാണ്. ആയിട്ട് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടാവുന്നത്. 2024 ആ ഫയൽ ഞങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചു. എന്താ കാരണം? ആ കാലത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം എന്തായിരുന്നു? അതാണ് ഞാൻ ബഹുമാനപ്പെട്ട ചേക്കുട്ടി സാർ കേൾക്കണം പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ പ്രത്യേക കമ്പനി. ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഇടപെടുന്ന എന്തിനാണ്? പോയിന്റിലേക്ക് വരുമ്പോൾ ഇടപെടുന്ന എന്തിനാണ്? നിങ്ങൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇടപെടുന്ന എന്തിനാണ്? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ചില കമ്പനിക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്താൽ
അവർക്ക് പിന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുത്താൽ അതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ ഖജനാവ് നഷ്ടപ്പെടും. അത് അഴിമതിയാണ്. എത്ര കിട്ടി എന്ന് ചോദിച്ചു, ഇല്ലേ? ഇത് സത്യമല്ലേ? ഞങ്ങളത് ഉപേക്ഷിച്ചു, ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. 2024 വരെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഈ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു പിന്നെ കൊച്ചി മെട്രോ വേഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. 2026 മെയ് മാസം 19-ആം തീയതി ദീപ എന്ന് പറയുന്ന പിന്നെ ഓയയുടെ മുമ്പിൽ നിന്ന് ഫയല് വീണ്ടും ഇമ്മീഡിയറ്റ് പുട്ടപ്പ് ചെയ്ത് 4 ദിവസം കൊണ്ട് വന്ദേ ഭാരതിന്റെ വേഗത്തിൽ പോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ എപ്പോഴെങ്കിലും ഞങ്ങളുടെ നയത്തിലോ ഞങ്ങളുടെ നികുതി നിർദ്ദേശത്തിലോ ബഡ്ജറ്റിലോ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഞങ്ങൾ നികുതി കുറച്ചിട്ടുണ്ടോ? കുറച്ചിട്ടില്ല. ഞങ്ങൾ അപ്പോൾ 251, ബിയറിന് 86, വീരം പിന്നെ മറ്റേ വൈന് 118 ഞങ്ങൾ നിശ്ചയിച്ചതല്ലേ? അതല്ലാതെ ഞങ്ങൾ എവിടെയെങ്കിലും 76% പിന്നെ ഹോട്ടി വൈന് അല്ലാതെ ഞങ്ങൾ നിശ്ചയിച്ചോ? ബഡ്ജറ്റിൽ വന്നോ? വന്നിട്ടില്ല. വരാത്ത കാര്യത്തിന്റെ ഉപജ്ഞാതാവായി ഇടതുപക്ഷത്തെ കൊണ്ടുവരരുത്. അത് വ്യക്തമായി പറയാണ്. വെറുതെ ആളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ അഴിമതി സതീശൻ പറഞ്ഞ അഴിമതി ആരോപണം ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ? ശ്രീകുമാർ, അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കൂ. നിങ്ങൾ കൊണ്ടുവന്ന പുതിയ കാറ്റഗറി, നിങ്ങൾ ചട്ടഭേദഗതി കൊണ്ടുവന്ന കാറ്റഗറിയിൽ ശ്രീകുമാർ, നിങ്ങൾ ചട്ടഭേദഗതി കൊണ്ടുവന്ന കാറ്റഗറിയിൽ നിങ്ങൾ നികുതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യമല്ലേ? നിങ്ങൾ നികുതി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നികുതി നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ പോയിന്റ്. ആയിക്കോട്ടെ, കൂടിയതാണെങ്കിലും നോക്കൂ, നിങ്ങൾ നികുതി നിശ്ചയിച്ചിട്ടില്ലാത്ത കാറ്റഗറിയിൽ നികുതി നിശ്ചയിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ കാര്യം എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ കാര്യം പറയുന്നു. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? നിങ്ങളുടെ TV ചാനലിലുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? സ്വകാര്യ കമ്പനിക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു അല്ലേ? ശരി, ഞങ്ങൾ അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചു. ശരി, സംഭവിക്കുന്നു. എന്നിട്ട് അതേ ഫയൽ, ഞങ്ങൾ മാറ്റിവെച്ച ഫയൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊങ്ങി വന്ന് ബഡ്ജറ്റിൽ പിന്നെ ഫിനാൻസ് ബില്ലിൽ വരുന്ന രീതിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ അഴിമതി നടത്തിയത്? ആരാണ്? ശരി, അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കെതിരെ അഴിമതി ആരോപണം വന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു വാദമല്ലായിരുന്നു കേട്ടോ നേരത്തെ മുൻ എക്സൈസ് മന്ത്രി ഒന്നും നൽകിയത്. ശ്രീ വി ശ്രീകുമാർ, നമുക്ക് സമയം കുറവുള്ളതാണ്. ഷഫീർ അതിന് മറുപടി നൽകണം. ഷഫീർ അതിന് മറുപടി നൽകണം. അതായത് അവർ മാറ്റിവെച്ചത് നിങ്ങളുടെ ആരോപണത്തിലാണ്, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കെ ഉന്നയിച്ച ആരോപണത്തിലാണ്. അപ്പോൾ അതിന് മറുപടി നൽകണം BRM ഷഫീർ. അപ്പോൾ അങ്ങനെ മാറ്റിവെച്ച ഫയൽ നിങ്ങൾ വേഗത്തിലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി കാട്ടുന്നു. കാരണം നിങ്ങൾ VD സതീശൻ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് എത്ര കിട്ടിയെന്ന ചോദ്യം. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ MP രാജേഷ് തിരിച്ചെത്ര കിട്ടിയെന്ന് ചോദിക്കുന്നത്, അതേ വാചകങ്ങൾ തിരിച്ചടിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പോളിസി മറ്റേ ഗവൺമെന്റ് അതുപോലെ തന്നെ തുടരണം എന്നുള്ള സമീപനം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഒരു ഗവൺമെന്റ് തുടർന്നു വന്ന പോളിസിയിൽ നിന്ന് മാറ്റം വരുത്തി മറ്റൊരു പോളിസിയിലേക്ക് കടന്നാൽ അത് അഴിമതിയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഞങ്ങളിവിടെ ബാറുകൾ എല്ലാം നിരോധിച്ചു. 29 ബാറുകൾ മാത്രമായി ചുരുങ്ങി. അത് 994 നിങ്ങൾ കൂട്ടി. ഞങ്ങൾ പറയാണ് 29 ബാറിൽ നിന്നും 994 ബാറിലേക്ക് മാറിയതിന്റെ പുറകിൽ, ബാർ കമ്പനി 905 മാറിയതിന്റെ പുറകിൽ, എങ്കിൽ 900 ആയിക്കോട്ടെ, ആ 905 ബാറുകളിലേക്ക് മാറിയതിന്റെ പുറകിൽ ബാർ മുതലാളിമാരുടെ കോഴയാണ്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കോഴയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? വെറുതെ എന്തോ അടിച്ചു വിടുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന് പറയുക, ഭരണപക്ഷത്ത് വരുമ്പോൾ ഒന്ന് പറയുക. ഈ ഗവൺമെന്റ് ഫയലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല 2024 ഏറ്റവും അവസാനം ലോ ആൽക്കഹോളിക് ബിവറേജസ്, ഞാൻ പറയട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയപ്പെടുന്ന പോയിന്റ്, അതിന് അംഗീകാരം കൊടുത്ത ആര്? MP രാജേഷ്. ഏത് കാലത്ത്? 2023. ഞാൻ അതിന്റെ ഫയൽ നമ്പർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സ്മൃതിക്ക് നോട്ടീസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ച് തെറ്റായി പോയി എന്നിപ്പോൾ തോന്നുന്നു. എന്റെ പോയിന്റ് ഇതാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതി, നിങ്ങൾ നികുതി നിർദ്ദേശം വെച്ച പദ്ധതി, നികുതി എന്താകണമെന്ന് GST വകുപ്പിനോട് ചോദിച്ച പദ്ധതി, ഞങ്ങൾ ഒരു നികുതി നിർദ്ദേശം വെച്ചാൽ അതെങ്ങനെയാണ് അഴിമതിയാവുക? നിങ്ങളുടേതല്ലേ പദ്ധതി, നിങ്ങളല്ലേ പേരിട്ടത്, ചട്ടം മാറ്റിയത് നിങ്ങളല്ലേ, ഭേദഗതി വരുത്തിയത് നിങ്ങളല്ലേ, നിങ്ങളുടെ മന്ത്രിയുടെ മുമ്പിലല്ലേ ഫയൽ വന്നത്, നികുതി നിർദ്ദേശം വെച്ചത് അങ്ങനെയല്ലേ? ആ നികുതി നിർദ്ദേശം ഞങ്ങൾ വെച്ചാൽ അതെങ്ങനെ അഴിമതിയാവുക? ഈ ഫയലിന്റെ പിതാവ് ശ്രീ MP ഗോവിന്ദനാണ്.
ഫയലിൽ അവസാന തീർപ്പ് കൽപ്പിച്ചത് ശ്രീ എം പി ഞങ്ങൾ എവിടെ രാജേഷാണ്. നിർദ്ദേശം ആ വെച്ചതാണ് ഫയലിന്റെ മുകളിൽ പറയുന്നത്? അംഗീകരിച്ചു ഞങ്ങളുടെ നികുതി എന്നുണ്ടല്ലോ. നിർദ്ദേശം 251%. ഏ? ഞങ്ങളുടെ നികുതി നിർദ്ദേശം അല്ല സാർ, നികുതി 251%. നിർദ്ദേശം നിങ്ങൾ വെച്ചത് ഞാൻ പറഞ്ഞില്ല. നികുതി നിർദ്ദേശം അല്ല, ചുമ്മാ നികുതി ആളുകളെ നിർദ്ദേശം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. വെച്ചത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ അല്ല, അല്ല, ശ്രീ വി. സുകുമാർ, ഒരു മിനിറ്റ്. ശ്രീ വി. സുകുമാർ, ഒരു മിനിറ്റ്. ശ്രീ വി. സുകുമാർ, അങ്ങ് തന്നെ പറഞ്ഞു നികുതി നിശ്ചയിച്ചിട്ടില്ല, നികുതി ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല, അല്ലെ? ഒറ്റ മിനിറ്റ്. നിങ്ങൾ ജനങ്ങളോട് കൂടിയാണല്ലോ ജനങ്ങളോടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ വീര്യം കൂടിയ മദ്യം വാങ്ങിക്കുന്ന ഒരാളോടും വീര്യം കുറഞ്ഞ മദ്യം വാങ്ങുന്ന ഒരാളോടും ഒരേ നികുതി തരണം പറയുന്നത് നീതിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബിയറിനും വൈനും വേറെ നികുതി എന്തിനായിരുന്നു? അതാണ് നീതി. അതാണ് അതിനിടയ്ക്കല്ലേ വീര്യം കുറഞ്ഞ മദ്യം വരുന്നത്? എന്തിനായിരുന്നു ചട്ട ഭേദഗതി? മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു മിനിറ്റ് മനസ്സിലാക്കും. വീര്യം കൂടി അപ്പോ വോളിയം 40%, 42%, 53%, 60% നിരവധി ലിക്കറുകൾ ഉണ്ടല്ലോ. അതിനകത്ത് ബ്രാൻഡി ആണെങ്കിലും വിസ്കി ആണെങ്കിലും റമ്മാണെങ്കിലും മറ്റു കാറ്റഗറിയിൽപ്പെട്ടതൊക്കെ തന്നെ പല ഓടിയല്ലേ. അതിനൊക്കെ വേറെ വേറെ നികുതി ഏർപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് വീര്യം കുറഞ്ഞ് ഇതുപോലെയുള്ള മദ്യത്തെ പറ്റി ഇന്ത്യയിലെ എല്ലാ മാർക്കറ്റിലും സാധനമാണല്ലോ. ആ കാറ്റഗറി ഞങ്ങൾ കൊണ്ടുവന്നു, സത്യമാണ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ആ കാറ്റഗറിയിലെ മദ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്പിരിറ്റ് കലർത്തി എല്ലാ മദ്യത്തിനും ഒരേ നികുതി ഏർപ്പെടുത്തി. ആ ഏർപ്പെടുത്തുമ്പോ നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയിട്ടില്ല. കളവല്ല. നിങ്ങളെ ഈ ശേഷം അഴിമതിയെ പൊക്കിപ്പിടിക്കാൻ വേണ്ടി, അഴിമതിയെ വെള്ളപൂശാൻ വേണ്ടി കുറ്റം പറഞ്ഞല്ലോ. നിങ്ങളിപ്പോ വി.എം. സുധീരനെ കുറ്റം പറഞ്ഞു, നിങ്ങൾ KCBC കുറ്റം പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറ്റം പറയുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ ബക്കാടി ഒന്നിച്ചു കൊണ്ടുപോകരുത്. ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ ബക്കാടിയും 905 ബാറുകളുള്ള സമയത്ത് തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ മയക്കുമരുന്ന് വ്യാപനം ശക്തമാണ്. അതിനെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും പ്രോജക്ടുകളുണ്ട്, പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെ? മയക്കുമരുന്നിനെതിരെ വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ, ലഹരി വേട്ടയുണ്ടായിരുന്നല്ലോ. എത്രത്തോളം ലഹരി പിടിച്ചെടുത്തു? അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനും മദ്യം നിങ്ങൾ നിയമപരമായി വിൽക്കുന്ന മദ്യവും നിയമപരമായി അതാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്തിട്ടുണ്ട്. തർക്കമില്ല. ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. ചെയ്തു ശ്രീ സുനിൽകുമാർ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നോക്കൂ സുനിൽകുമാർ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിയമപരമായി നിങ്ങൾ നിയമപരമായി വിൽക്കുന്ന മദ്യം അത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ തൂഫാനുമായി എന്ത് താരതമ്യമാണ്? അത് വേറെ വിഷയമല്ലേ? താരതമ്യം എന്താ വെച്ചാൽ, ഒരു ഭാഗത്ത് ലഹരിയെ പിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭാഗത്ത് ലഹരി നിങ്ങൾ നിയമപരമായി കൊണ്ടുവന്നിരിക്കുന്ന ലഹരിയുടെ കാര്യം പറയുമ്പോൾ എന്തിനാണ് നിയമവിരുദ്ധമായ ലഹരിയെ കുറിച്ച് സംസാരിക്കുന്നത്? അതെങ്ങനെയാ ശരിയാവുക? ലഹരി അതെ, നിയമവിരുദ്ധവും നിയമാനുസൃതവുമായിട്ട് രണ്ട് ലഹരി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ രണ്ടും ചെയ്യുന്ന ലഹരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ നിയമപരമായ ലഹരിയെ നിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് നിയമപരമായ ലഹരിയെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി പറയുന്നതിന് പകരം വെറുതെ പിന്നെ മറ്റു രീതിയിലുള്ള കാര്യം പറയൂ. ബക്കാടി കമ്പനിയുടെ അപേക്ഷ നിങ്ങൾ എന്തിനാണ് വീണ്ടും ഓപ്പൺ ചെയ്തത്? ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് അടച്ചു വെച്ച ബക്കാടി കമ്പനിയുടെ ഫയൽ നിങ്ങൾ എന്തിനാണ് ഓപ്പൺ ചെയ്തത്? എന്തിനാ ഞങ്ങളുടെ ഗവൺമെന്റ് അടച്ചു വെച്ച ബക്കാടി കമ്പനിയുടെ ഫയൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തിനാണ് ഓപ്പൺ ചെയ്തത്? അതിന് മറുപടി പറഞ്ഞാൽ മതി. എന്താ ഓപ്പൺ ചെയ്യാൻ കാരണം എന്താ? ബക്കാടി കമ്പനിയുടെ മദ്യം വിൽക്കുന്നുണ്ടോ? ബക്കാടി കർണാടകയിലെ ഗവൺമെന്റ് ചെയ്തതുപോലെ കർണാടക കമ്പനി ചെയ്തതുപോലെ ആ കാറ്റഗറി ഇത് പറയുമ്പോൾ നിങ്ങൾ ചൊടിച്ചിട്ട് കാര്യമില്ല. ശരി, എനിക്ക് ചോദിക്കാനുള്ള ശ്രീ ബി ആർ എൻ ഷഫീർ, അങ്ങ് ഇത്രയൊക്കെ വാദിച്ചിട്ട് ഇനി നയം വരുമ്പോൾ മദ്യത്തിന്റെ നികുതി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ്.
അപ്പുറത്തെ UDF വേണ്ടി സ്മൃതിയും ഞങ്ങളൊരു കാര്യം അപ്പോൾ പറയാം. ഞാൻ ഞങ്ങൾ രണ്ടുപേരോടും ഞങ്ങൾ ഇവരെ പോലെയല്ല. ഞാൻ രണ്ടുപേരോടും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരൊറ്റ കണ്ണുകൊണ്ടേ കാര്യങ്ങൾ കാണുന്നുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ രണ്ടുപേരോടും ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ അർഹതയുള്ള ചോദ്യങ്ങളാണോ പ്രതിപക്ഷത്ത് നിന്ന് വരുന്നത് എന്ന ചോദ്യം ഉറപ്പായിട്ടും പ്രതിപക്ഷത്തോട് ഉണ്ടാകും. ഭരണപക്ഷത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രീ വി ആർ ഷഫീർ അന്നത്രേ വായിൽ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഈ നികുതി നടപ്പാവുമോ നയം വരുമ്പോ? ഞങ്ങളുടെ UDF തീരുമാനിക്കണം, നടപ്പിലാക്കണം തീരുമാനിച്ചാൽ ആരെതിർത്താലും നടപ്പിലാക്കും, ആരെന്ത് പറഞ്ഞാലും നടപ്പിലാക്കും. അതിനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്കുണ്ട്. അല്ലാതെ പുറത്തിരിക്കുന്നവരുടെ വിമർശനം കേട്ടുകൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്താൽ നടപ്പിലാക്കും. ഞാൻ ലാസ്റ്റ് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇവര് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരിമണലിനെതിര് നിങ്ങൾ ഇന്ന് രാവിലെ പത്രം വായിച്ചാൽ മനസ്സിലായില്ലേ? മിഡ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ആലപ്പുഴയിലെ കരിമണൽ പിന്നെ വ്യവസായത്തെ, കരിമണൽ മേഖലയെ തുറന്നു കൊടുത്തു. അത് ഏത് കാലത്താ? ഇലക്ഷന് തോറ്റിട്ട് വീട്ടിൽ ഇരുന്ന് പുതിയ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ്. അതല്ലേ ഇതിന്റെ ഗൗരവതരം? ഒരു ഇലക്ഷന് തോറ്റ് വീട്ടിൽ ഇരിക്കുമ്പോ ആ തോറ്റ് വീട്ടിൽ ഇരിക്കുന്ന കാവൽ മന്ത്രിസഭ കേരളത്തിന്റെ തീരം പിന്നെ തെലങ്കാനയിലെ ഒരു വിദേശ കമ്പനിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് ഫയൽ വന്നു. അതിന്റെ രേഖകൾ പുറത്തു വന്നു. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 21/4 ഫയൽ നമ്പർ MD 910 പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരിമണൽ ഖനനത്തെ VM സുധീരനും ഞാനെന്ന AIVF സംസ്ഥാന സെക്രട്ടറി സമയത്ത് VM സുധീരനും ഞങ്ങൾ ഒരുമിച്ച് കരിമണൽ ഖനനത്തിനുള്ള ആറാട്ടുപുഴയിൽ തൃക്കുന്നപ്പുഴയിൽ സമരം നടത്തിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അഭിപ്രായം, കരിമണൽ ഖനനം നടത്തണം, പക്ഷെ അത് സ്വകാര്യ മേഖല പാടില്ല. നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ സ്വകാര്യ മേഖല ഏത് സ്വകാര്യ മേഖല? നരേന്ദ്രമോദിയുടെ മോദി പറയുന്ന അദാനിയെ പോലെയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി മോദി ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിലെ അതേ കാര്യങ്ങൾ നിങ്ങൾ ഈ ബജറ്റിൽ അവതരിപ്പിച്ച് മോദി പറയുന്ന സ്വകാര്യ ഇവിടെ നടത്തിക്കൊടുക്കുന്ന ഒരു പരിപാടി നടത്തുകയാണ്. എന്നിട്ട് നിങ്ങൾ എവിടെ നിന്നോ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഏതോ ഒരു തീരുമാനമെടുത്ത് വെച്ച് ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് വരുത്തിട്ട് ഞങ്ങളും നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് ഈ ശ്രമം നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി. ഞങ്ങളത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല. ആ കണക്കും തീയതിയൊക്കെ എന്റെ കയ്യിലുണ്ട്. കണക്കും തീയതി പറയുന്ന സമയത്ത് പറയും. പക്ഷെ നിങ്ങൾക്ക് കണക്കും തീയതി പറഞ്ഞ യാതൊരു കാര്യമില്ല. കാരണം എന്താ? നിങ്ങൾ കണക്കും തീയതിയും വെച്ച് സംസാരിക്കുന്ന ആളുകളല്ല. നിങ്ങൾ വെറും തൊഴിലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കത്ത് പുറത്തു വന്നു. ഏത് രേഖ? മലയാള മനോരമ വെച്ചോ. നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ, ഞങ്ങൾ കരിമണൽ ഖനനം സ്വകാര്യ മേഖല നടത്തുമെന്ന് പച്ചയായിട്ട് പറയൂ. അല്ല, നിങ്ങൾ കരിമണൽ ഖനനം സ്വകാര്യ മേഖല നടത്തുമെന്ന് പച്ചയായിട്ട് പറയൂ. ഞങ്ങൾ ബെക്കാലി കമ്പനിക്ക് വേണ്ടി കുറച്ചു കൊടുക്കും, പച്ചയായിട്ട് പറയൂ. ഞങ്ങൾ നടപ്പാക്കാൻ പറയൂ. ഇത് നിങ്ങൾ കഴുതേന്ന് പോരും ചെയ്ത് പുതിയ എത്തിയില്ല എന്ന് പറയുന്ന പോലെയുള്ള പരിപാടി നടത്തരുത്. നിങ്ങൾ VS സുധീരനെതിരാണ്, മുസ്ലിം ലീഗ് എതിരാണ്, KC വേണുഗോപാൽ എതിരാണ്, MLA-മാരെതിരാണ്, എക്സൈസ് മന്ത്രി എതിരാണ്. ശരി, നമുക്ക് നോക്കാം. ശ്രീ ബി ആർ നാളെ രാവിലെയും VM സുധീരൻ പുതിയ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ടോ? ആ പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന് എത്രത്തോളം ഊർജ്ജമാകുന്നു? എത്ര കാര്യങ്ങളിൽ VDS സർക്കാരിന് യു-ടേൺ അടിക്കേണ്ടി വരും എന്നുള്ള വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം. വളരെ നന്ദി ശ്രീ VS സുനിൽകുമാർ, ശ്രീ BRM ഷഫീർ, ശ്രീ NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.